പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ പൊതുമത്സര പരീക്ഷകളിൽ വളരെ സുപരിചിതമായ ഒരു ചോദ്യമാണ്: ചന്ദ്രനിൽ നിന്ന് കാണാവുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ഏത്? ഉത്തരം എല്ലാവരും ഞൊടിയിടയിൽ പറയും: ചൈനയിലെ വൻമതിൽ. എന്നാൽ ശരിക്കും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ വൻമതിൽ കാണാനാവുമോ? ഒന്ന് പരിശോധിക്കാം. ഒരു വസ്തുവിനെ കാണാനാവുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിലൊന്ന് വലിപ്പം അല്ലെങ്കിൽ സൈസ് ആണ്. ഇവിടെ തന്നെ വലിപ്പം വെറും വലി ആയത് അവസാനത്തെ ഇപ്പം കണ്ണിൽപ്പെടാത്ത അത്രയും ചെറുതായതുകൊണ്ടാണല്ലോ, അല്ലേ? രണ്ടാമത്തെ കാര്യം നിറവ്യത്യാസം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണ്. കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവും അതിൻ്റെ പരിസരത്തിൻ്റെ നിറവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ പ്രധാനമാണ്. ഇവിടെ നിറവ്യത്യാസം എന്ന വാക്ക് ഒരേ നിറത്തിലാണ് ഞാൻ ഇടത്തും വലത്തും എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും കണ്ണിൽപ്പെടാൻ ഒരുപോലെ എളുപ്പമാണോ? ഇനി ചന്ദ്രൻ്റെ കാര്യത്തിൽ ഈ ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ആദ്യം വലിപ്പത്തിൻ്റെ കാര്യം. ആകാശത്തിലെ വസ്തുക്കളുടെ വലിപ്പം പൊതുവെ ആംഗുലർ ഡയമീറ്റർ എന്ന ഒരു കോണളവിലാണ് പറയുന്നത്. ജ്യോതിശാസ്ത്ര വസ്തുക്കളെല്ലാം പല പല ദൂരങ്ങളിലാണെങ്കിലും നമ്മുടെ കണ്ണിൽ അവയെല്ലാം ആകാശത്ത് ഒരേ ദൂരത്തിലാണ് കാണപ്പെടുന്നത് എന്നതിനാലാണിത്. കാണുന്ന വസ്തുവിൻ്റെ ഇരുവശത്തു നിന്നും കണ്ണിലേക്ക് രണ്ട് രേഖകൾ വരച്ചാൽ അവയ്ക്കിടയിലുള്ള കോൺ ആണ് ആംഗുലർ ഡയമീറ്റർ. നമുക്ക് സുപരിചിതമായ ചില വസ്തുക്കളുടെ ആംഗുലർ ഡയമീറ്റർ പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ്: സൂര്യനും ചന്ദ്രനും ഏതാണ്ട് 1/2 ഡിഗ്രിയാണ് വലിപ്പം. ശനിഗ്രഹത്തിന് 15 സെക്കൻഡ് ഉണ്ട്. ഒരു സെക്കൻഡ് എന്നാൽ ഒരു ഡിഗ്രിയുടെ 60 ടെലിസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് വെറും 2.5 സെക്കൻഡ് ആണ് ആംഗുലർ ഡയമീറ്റർ. ഇത് കണക്കാക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ചിത്രം നോക്കിയാൽ മതി. ഈ വസ്തുവിൻ്റെ യഥാർത്ഥ വ്യാസം d ആണെന്നിരിക്കട്ടെ. അത് നമ്മുടെ കണ്ണിൽ നിന്നും r അകലത്തിലാണെന്ന് കരുതുക. ഗണിതശാസ്ത്രപരമായി d നീളമുള്ള ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക് r അകലെ ഉണ്ടാക്കുന്ന കോണാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഈ സമവാക്യം വഴി നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. സൂര്യൻ്റെ കാര്യത്തിൽ അതിൻ്റെ വ്യാസം 14 ലക്ഷം കിലോമീറ്റർ ആണ്. അതാണ് സ്മോൾ ലെറ്റർ d. അതേസമയം അത് ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെയുമാണ്. ഈ രണ്ട് അളവുകൾ പരിഗണിച്ചാൽ ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് a = 0.5 ഡിഗ്രി എന്ന് കണക്കാക്കാൻ സാധിക്കും. ഇനി ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കുന്ന കാര്യം പരിഗണിക്കാം. അവിടെ ഭൂമിയുടെ വ്യാസം എന്നത് 13,000 കിലോമീറ്റർ ആണ്. ഭൂമി ചന്ദ്രനിൽ നിന്നും 3,84,400 കിലോമീറ്റർ ദൂരെയുമാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ അവിടുത്തെ ആംഗുലർ ഡയമീറ്റർ ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് കണക്കാക്കാം. അത് 2 ഡിഗ്രി ആണെന്ന് കിട്ടും. അതായത് ചന്ദ്രൻ ഭൂമിയിൽ കാണപ്പെടുന്നതിൻ്റെ ഏതാണ്ട് 4 മടങ്ങ് വലിപ്പത്തിലാണ് ഭൂമി ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണപ്പെടുക. ഇനി വൻമതിലിൻ്റെ കാര്യം എടുത്താലോ? വൻമതിലിൻ്റെ പരമാവധി വീതി എന്നത് 10 മീറ്റർ ആണ്. ഇത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ 1,30,000 മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 3 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു തലമുടി നാരിലേക്ക് നോക്കിയതുപോലെയാണ് നമ്മൾ ചന്ദ്രനിൽ നിന്നും വൻമതിൽ കാണാൻ പോവുക. അതിന് മാത്രം കാഴ്ചശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ഗിന്നസ് ബുക്കിലേക്ക് ഫോൺ ചെയ്യണം. ഇപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോൺട്രാസ്റ്റിൻ്റെ കാര്യമെടുക്കാം. ഇത് ബഹിരാകാശത്തു നിന്നെടുത്ത ഒരു ചിത്രമാണ്. ചൈനയിലെ 12x12 കിലോമീറ്റർ വിസ്താരമുള്ള ഈ പ്രദേശത്ത് കൂടി വൻമതിൽ കടന്നു പോകുന്നുണ്ട്. ഇതിൽ വൻമതിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കാണും, അല്ലേ? ഇതല്ലേ? എന്നാലല്ല, അത് ചൈനയിലെ ഒരു വലിയ നദിയാണ്. ഈ ചിത്രത്തിൽ ഈ കാണുന്നതാണ് വൻമതിൽ കടന്നു പോകുന്ന ദിശ. പ്രശ്നം വൻമതിലിൻ്റെ നിറവും അതിൻ്റെ ചുറ്റുപാടുകളുടെ നിറവും തമ്മിൽ നല്ല സാമ്യമുണ്ട് എന്നതാണ്. ബഹിരാകാശ പേടകങ്ങളിൽ നിന്നും മരുഭൂമിയിലെ റോഡുകളും എയർപോർട്ടുകളും ഒക്കെ അവയുടെ കളർ കോൺട്രാസ്റ്റ് കാരണം കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ വൻമതിലിന് ഇവിടെയും രക്ഷയില്ല. നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും സമ്മതിക്കുന്ന കാര്യമാണത്. അപ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള വൻമതിൽ കാഴ്ചയുടെ കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം: റിച്ചാർഡ് ഹാലിബർട്ടൺ. അമേരിക്കയിലെ ഒരു സാഹസിക സഞ്ചാര സാഹിത്യകാരനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ തെറ്റിദ്ധാരണയുടെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത്. തൻ്റെ സെക്കൻഡ് ബുക്ക് ഓഫ് മാർവൽസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു: ആസ്ട്രോണമേഴ്സ് സേ ദാറ്റ് ദ ഗ്രേറ്റ് വാൾ ഈസ് ദ ഓൺലി മാൻ മെയ്ഡ് തിങ് ഓൺ അവർ പ്ലാനറ്റ് വിസിബിൾ ടു ദ ഹ്യൂമൻ ഐ ഫ്രം ദ മൂൺ. തമാശ എന്താണെന്ന് വെച്ചാൽ, റിച്ചാർഡ് ഹാലിബർട്ടൺ 1939 മരിച്ചുപോയ ആളാണ്. ഇത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് 30 വർഷം മുൻപാണെന്ന് ഓർക്കണം. ഇതൊക്കെ കൊണ്ട് റിച്ചാർഡ് ഹാലിബർട്ടൺ ഒരു തട്ടിപ്പുകാരനായിരുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ.
വെറും 30 വർഷം നീണ്ട ജീവിതത്തിനിടയ്ക്ക് അതിസാഹസികമായ നിരവധി യാത്രകളും അവയെക്കുറിച്ചുള്ള അതിമനോഹരമായ സഞ്ചാര കൃതികളും കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഹോങ്കോങ്ങിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പസഫിക് സമുദ്രത്തിന് കുറുകെ ഒരു ചെറു കപ്പലിൽ നടത്തിയ സാഹസിക യാത്രയിൽ വെച്ച് അദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. പക്ഷേ അതിനകം തന്നെ ഹാലിബർട്ടൺ പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്ന് കരുതാൻ മാത്രം മതിപ്പ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു. സംഗതി എന്തായാലും PSC പരീക്ഷയ്ക്കോ മറ്റോ ഈ ചോദ്യം ചോദിച്ചാൽ ചൈനയിലെ വൻമതിൽ എന്ന പൊട്ടത്തെറ്റുത്തരം എഴുതാൻ മടിക്കണ്ട. നമുക്ക് ജോലിയാണേ പ്രധാനം.